നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് കമ്മ്യൂട്ടേഷൻ സ്കീംസ് ഓഫ് തൈറിസ്റ്റേഴ്സ് ആണ്. പക്ഷെ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്, നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, തൈറിസ്റ്റർ ക്യാൻ ബി ടേൺ ഓൺ ബൈ ട്രിഗറിങ് എ ഗേറ്റ് ടെർമിനൽ വിത്ത് എ ലോ വോൾട്ടേജ് ഷോർട്ട് ഡ്യൂറേഷൻ പൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഒരു SCR. ഇതൊരു SCRന്റെ സർക്യൂട്ട് ആണ്. ഇതിലൊരു ആനോഡ് ടെർമിനൽ ഉണ്ട്, ഒരു കാഥോഡ് ടെർമിനൽ ഉണ്ട്, ഒരു ഗേറ്റിന്റെ ടെർമിനൽ ഉണ്ട്. അപ്പൊ നമ്മള് ഗേറ്റില് ഒരു പൾസ് കൊടുത്ത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ആനോഡിൽ നിന്നും കാഥോഡിലോട്ട് ഫ്ലോ ചെയ്യും. ആൻഡ് ഈ കറണ്ട് വൺസ് നമ്മൾ ഗേറ്റ് ട്രിഗർ ചെയ്തു, ഒരിക്കൽ നമ്മൾ ഗേറ്റ് ട്രിഗർ ചെയ്തു, അപ്പോഴത്തേക്കും ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. ആൻഡ് വൺസ് ഇത് ഓൺ ആയി കഴിഞ്ഞ് ഈ കറണ്ട് നമ്മുടെ ലാച്ചിങ് കറണ്ടിനെക്കാളും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റ് പൾസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആനോഡ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ഇതിനെ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു റിവേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കറണ്ട് വിച്ച് ഇസ് ലെസർ ദാൻ ദി ഹോൾഡിംഗ് കറണ്ട് ഇതിനെ കുറിച്ച് ഫ്ലോ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗേറ്റ് ട്രിഗറിന്റെ കാര്യം പറഞ്ഞു. പക്ഷേ but after turning on it will conduct continuous until the thyristor is reverse biased or the load current falls lesser than the holding current. ഈ പോയിന്റ് ഞാൻ പറഞ്ഞു. And this continuous conduction of thyristor causes problems in some applications. Okay, so the process of turning off the thyristor is called as commutation. So commutation എന്ന് പറയുന്നത് ഒരു thyristor ഓഫ് ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ ബൈ കമ്മ്യൂട്ടേഷൻ പ്രോസസ് ദ തൈറിസ്റ്റർ ഓപ്പറേറ്റിംഗ് മോഡ് ഈസ് ചേഞ്ച്ഡ് ഫ്രം ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ടു ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. അപ്പോൾ ബേസിക്കലി തൈറിസ്റ്റർ ഓൺ ആവുന്ന സമയത്ത് അത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലായിരിക്കും. അത് അതിന്റെ കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനെക്കാളും താഴോട്ടാകുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ടു ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മ്യൂട്ടേഷൻ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ ഓപ്പറേറ്റിംഗ് മോഡിനെ ചേഞ്ച് ചെയ്യുന്നത് ഫ്രം ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ടു ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. സോ ദ തൈറിസ്റ്റർ കമ്മ്യൂട്ടേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ തൈറിസ്റ്റർ കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ടു ടേൺ ഓഫ്. അതാണ് നമ്മൾ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഈ കാര്യങ്ങൾ. ഇത് വെച്ചിട്ട് നമ്മൾ കമ്മ്യൂട്ടേഷൻ വരുന്നത്. അപ്പൊ കമ്മ്യൂട്ടേഷൻ എന്താ? നമ്മുടെ SCR നമുക്കറിയാം, നമുക്ക് ഓൺ ആക്കാൻ പറ്റും ഗേറ്റ് വെച്ചിട്ട്. പക്ഷെ ഗേറ്റ് വെച്ച് നമുക്ക് ഓൺ കൺട്രോൾ മാത്രമേ ഉള്ളൂ, ഓഫ് കൺട്രോൾ ഇല്ല. അത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള ടെക്നിക്സ് ആണ് ഇവിടെ നമ്മളിപ്പം പറയാൻ പോകുന്നത്. ഇത് നമുക്ക് ഉള്ളൊരു ടോപ്പിക് ആയിരുന്നു കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ ആ തൈറിസ്റ്റേഴ്സും പഠിച്ച സമയത്ത്, അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്തും അതിന്റെ ഒരു നമ്മൾ ഓൾറെഡി ടേൺ ഓൺ ടെക്നിക്സ് കുറച്ച് പഠിച്ചായിരുന്നു. ആ ഒരു ടൈമിൽ പഠിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ടോപ്പിക്കിൽ സിലബസിലുള്ളതാണ്, ഞാൻ വിട്ടുപോയതാണ്. ഇത് ഇൻവേർട്ടേഴ്സ് പറയുന്ന സമയത്ത് ഈ കമ്മ്യൂട്ടേഷൻ സ്കീംസ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സോ നമ്മൾ ഇത് ഓൾറെഡി നമുക്ക് സിലബസിലുള്ള നമുക്ക് വേണ്ടതാണ്. സോ ഇൻവേർട്ടേഴ്സിനോട്ട് ഞാൻ ഓൾറെഡി സീരീസ് ഇൻവേർട്ടേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയിലോട്ട് പോകുന്നതിന് മുമ്പ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. Okay, when an SCR moves in the mode of forward conduction, then its gate terminal loses its control. For that, some additional circuit should be used to turn off the thyristor. So this additional circuit is called as commutation circuit. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ കണ്ടക്ഷൻ മോഡ് നമ്മുടെ SCRനെ ഫോർവേഡ് കണ്ടക്ഷനിൽ നിന്ന് ഫോർവേഡ് ബ്ലോക്കിങ്ങിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോഴത്തേക്കും ഇതിനെ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗേറ്റ് ടെർമിനലിൽ കൺട്രോൾ ഇല്ല. അപ്പോ നമുക്ക് എക്സ്റ്റേണലി കുറച്ച് എക്സ്റ്റേണൽ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അഡിഷണൽ സർക്യൂട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇതിനെ നമ്മൾ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓഫ് ചെയ്യുന്ന ടെക്നിക്കിനെ കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്ന അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനെ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നു.
So the following condition should be satisfied to turn on the thyristor once it is conducted. എന്നുവെച്ചാൽ ഗേറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, അത് കണ്ടക്ട് ചെയ്ത് തുടങ്ങി, അത് കഴിഞ്ഞ് ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് നമുക്കറിയാവുന്നതാണ്, ഫോർവേഡ് കറണ്ടിന്, ദാറ്റ് ഈസ് നമ്മുടെ ആനോഡ് കറണ്ടിന്, ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ആ ആനോഡ് കറണ്ടിന് എന്ത് ചെയ്യണം, സീറോയിലോട്ടോ അല്ലെങ്കിൽ ഹോൾഡിംഗ് ആ കറണ്ട് ലെവലിന് താഴോട്ടോ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, SCR ഓഫ് സ്റ്റേറ്റ് ആയി. SCR ഓഫ് സ്റ്റേറ്റ് ആയി. അല്ല എങ്കിൽ ഒരു റിവേഴ്സ് വോൾട്ടേജ്, SCR അക്രോസ് ഒരു റിവേഴ്സ് വോൾട്ടേജ്. ഓൾറെഡി ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫോർവേഡ് ബയസ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഗേറ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ ആനോഡ് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ആൻഡ് ഇത് റിവേഴ്സ് ബയസ് ആയി കഴിഞ്ഞാലോ, റിവേഴ്സ് ബയസ് ആയി കഴിഞ്ഞാൽ ഗേറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല, ബിക്കോസ് ഓൾറെഡി ഇറ്റ് ഈസ് റിവേഴ്സ് ബയസ്. സോ ഇതിന് എന്ത് ചെയ്താൽ മതി, ഒരു റിവേഴ്സ് വോൾട്ടേജ് ഇതിന് അക്രോസ് വരുന്ന രീതിയിൽ ഒരു എക്സ്റ്റേണൽ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SCRനെ ഓഫ് ചെയ്യാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ, രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. നാച്ചുറൽ കമ്മ്യൂട്ടേഷനും ഉണ്ട്, ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനും ഉണ്ട്. അതിൽ ഫോഴ്സ്ഡിൽ തന്നെ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഡി. ക്ലാസ് എയെ നമ്മൾ സെൽഫ് അല്ലെങ്കിൽ ലോഡ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ റെസണന്റ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയാറുണ്ട്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെസണന്റ് കമ്മ്യൂട്ടേഷൻ. ക്ലാസ് ബി റെസണന്റ് പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയാറുണ്ട്. റെസണന്റ് പൾസ് ഇങ്ങനൊരു വാക്കും കൂടെ ഉണ്ട്. ദെൻ ഇതിനെ ക്ലാസ് സി ഈസ് കോൾഡ് ആസ് കോംപ്ലിമെന്ററി കമ്മ്യൂട്ടേഷൻ. ഇതാ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ക്ലാസ് ഡി ഈസ് കോൾഡ് ആസ് ഇമ്പൾസ് കമ്മ്യൂട്ടേഷൻ. ക്ലാസ് ഇ നമ്മൾ എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയാം. ഇതിന് എന്തൊക്കെ പറയാറുണ്ട് എന്നുള്ളതും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലൈക്ക് ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ എല്ലാ പേരുകളും പഠിച്ചു വെക്കും. So first one is natural commutation. This is called as line commutation എന്ന് പറയാറുണ്ട്, ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയാറുണ്ട്. നോട്ട് ചെയ്യുക, ദിസ് ഓൾസോ കോൾഡ് as ലൈൻ കമ്മ്യൂട്ടേഷൻ ആൻഡ് ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ. നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ഇതില AC സർക്യൂട്ട്സിൽ, അത് ഇമ്പോർട്ടന്റ് ആണ്. AC സർക്യൂട്ട്സിലാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ഉള്ളത്. സോ ഇതിന് ലൈൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറയാറുണ്ട്, ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയാറുണ്ട്. AC സർക്യൂട്ട്സിലാണ് ഇത് സാധാരണ സംഭവിക്കാനുള്ളത്. ആൻഡ് ഹിയർ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. അതുകൊണ്ടാണ് ഇതിന് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് നാച്ചുറലി. നമുക്ക് എക്സ്റ്റേണലി ഒരു കമ്മ്യൂട്ടേഷൻ എലമെന്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സിനെ കമ്മ്യൂട്ടേഷൻ എലമെന്റ് എന്ന് പറയും. അങ്ങനെ ഒരു കമ്മ്യൂട്ടേഷൻ എലമെന്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടിന്റെ ആവശ്യമില്ല. ഡസ് നോട്ട് റിക്വയർ എനി എക്സ്റ്റേണൽ സർക്യൂട്ട്. When a positive cycle reaches to zero and anode current is zero, immediately a reverse voltage is applied across the thyristor, which causes the thyristor to turn off. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ഹാഫ് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഇത് ഫോർവേഡ് ബയസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ട്രിഗർ കൊടുക്കുന്ന സമയത്ത് ഇത് ഓൺ ആയി, ഇതിന് അക്രോസ് വോൾട്ടേജ് കറണ്ട് ഫ്ലോ ചെയ്യും. ലോഡിൽ അക്രോസ് കറണ്ട് എത്തും, വോൾട്ടേജ് ഉണ്ടാവും. പക്ഷേ റിവേഴ്സ് ബയസ് ആയിരിക്കുന്നത്, ദാറ്റ് ഈസ് സീറോ ക്രോസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, വോൾട്ടേജ് സീറോ ആവുന്ന സമയത്ത് കറണ്ട് റെഡ്യൂസ് ആയി, കറണ്ടും സീറോ ആയി. ഓക്കെ, കറണ്ടും അങ്ങനെയായി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ട് ആനോഡ് കറണ്ട് സീറോ ആയി, പിന്നെ അടുത്ത് റിവേഴ്സ് വോൾട്ടേജ് ആയി, ഇതിനെക്കുറിച്ച് ഒരു റിവേഴ്സ് വോൾട്ടേജും വന്നു കഴിഞ്ഞു. സോ ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ റിവേഴ്സ് ആവും, റിവേഴ്സ് ബയസ്ഡ് ആവും, ഓഫ് ആവും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമായിരിക്കും ഇത് ഓൺ ആയിരിക്കുന്നത്, ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കുന്നത്. ആ സമയത്ത് ട്രിഗർ കൊടുക്കുമ്പോൾ ഓൺ ആവും, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അടുത്ത ഹാഫ് സൈക്കിൾ എത്തുമ്പോൾ ഓഫ് ആയിക്കോളും. So natural commutation can be observed in AC voltage controllers, phase controller rectifiers. Rectifiers AC to AC converters ആണ്. So rectifiers ഇതുപോലെ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചതാണ് റെക്ടിഫയേഴ്സ്. റെക്ടിഫയേഴ്സിൽ സാധാരണ ഏത് കമ്മ്യൂട്ടേഷനാണ്, നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ തന്നെയാണ് വേണ്ടത്, കാരണം അത് AC സർക്യൂട്ടാണ്. AC സർക്യൂട്ടിലെല്ലാം എന്താ വരുന്നത്, നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സൈക്ലോ കൺവേർട്ടേഴ്സിലും യൂസ് ചെയ്യാറുണ്ട്. കാരണം എക്സ്റ്റേണലി ഒരു സർക്യൂട്ടിന്റെ ആവശ്യമില്ല, ഒരു പീരീഡ് കഴിയുമ്പോൾ അത് തന്നെ ഉണ്ടായിട്ടുള്ള ഓഫ് ആയിട്ടുണ്ടാവും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. അടുത്ത് വരുന്നത് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ.
ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ വരുമ്പോഴത്തേക്കും ദർ ഇസ് നോ നാച്ചുറൽ സീറോ അല്ലെ. നമുക്ക് നമ്മൾ എ സി പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഓരോ പോയിന്റ് എത്തുമ്പോഴത്തേക്കും ദ വോൾട്ടേജ് ഈസ് ബിക്കമിങ് സീറോ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ കറണ്ടും സീറോ ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ ആണെങ്കിൽ നോ നാച്ചുറൽ സീറോ. സീറോ എന്ന് പറയുന്ന കണ്ടീഷൻ നാച്ചുറലി ഉണ്ടാവുന്നില്ല. നേരത്തെ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനിൽ വരുമ്പോഴത്തേക്കും സീറോ എന്ന് പറയുന്ന കണ്ടീഷൻ ഓൾറെഡി ഇറ്റ് ഈസ് ഹാപ്പനിങ് നാച്ചുറൽ. പക്ഷെ ഇവിടെ ഇതൊരു ഡി സി ആണ്. ഡി സി സപ്ലൈ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് സപ്ലൈ ആയിരിക്കും. ഇത് നാച്ചുറലി സീറോ ആവത്തില്ല. ദാറ്റ് ഇസ് ഇൻ എ ഡി സി സർക്യൂട്ട്. നേരത്തെ എ സി സർക്യൂട്ട് ആണ്. ലൈക്ക് എസ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. സോ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഡി സി സർക്യൂട്ട്സ്. ഡി സി സർക്യൂട്ട്സിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ഡി സി കമ്മ്യൂട്ടേഷൻ. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ഡി സി കമ്മ്യൂട്ടേഷൻ എന്ന് പറയാറുണ്ട്. ഇറ്റ് റിക്വയർസ് ദി കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ്. ഇതിൽ കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സിന് ആവശ്യമുണ്ട്. ലൈക്ക് ആൻ ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് to forcefully reduce the anode current of the thyristor below the holding current value. That's why it is called as forced commutation technique. അപ്പോൾ നമ്മളിവിടെ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് ഉണ്ടാവും. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആയിരിക്കും കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ സാധാരണ ഒരു ഇൻഡക്ടറോ ഒരു കപ്പാസിറ്ററോ ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവും. ആൻഡ് ദിസ് ഫോഴ്സ്ഫുള്ളി റെഡ്യൂസസ് ദി ആനോഡ് കറന്റ് ഓഫ് ദ തൈറിസ്റ്റർ ബിലോ ദ ഹോൾഡിംഗ് കറന്റ് വാല്യൂ. അത് ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും, നമ്മുടെ ആനോഡ് കറന്റിനെ റെഡ്യൂസ് ചെയ്ത് ഹോൾഡിംഗ് കറന്റിന് താഴെ ആയിക്കോളും. കാരണം എന്താണ്, ഡി സിയിൽ ഒരു നാച്ചുറൽ സീറോ എന്ന് പറയുന്ന ഒരു വോൾട്ടേജോ ഒരു കറണ്ടോ ഒക്കെ അറിയുന്നില്ല. നാച്ചുറലി ഇറ്റ് ഇസ് നോട്ട് ഹാപ്പൻ. സോ അതുകൊണ്ട് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട് യൂസ് ചെയ്ത് ചെയ്യണം. ആൻഡ് ദാറ്റ് സർക്യൂട്ട് ഈസ് കോൾഡ് ആസ് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്. അതിൽ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് ആണ്. അതൊരു ഇൻഡക്ടറോ കപ്പാസിറ്ററോ രണ്ടും ആവാം. ആൻഡ് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് വി ആർ ഫോഴ്സ്ഫുള്ളി റെഡ്യൂസിങ് ദ കറണ്ട് below the holding current. So it is called a forced commutation. And ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡി സി സർക്യൂട്ടിലാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് as ഡി സി കമ്മ്യൂട്ടേഷൻ. ഇത്രയാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻസിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസ് എ എന്ന് പറയുന്നത്. ക്ലാസ് എയുടെ വേറൊരു പേരാണ് സെൽഫ് അല്ലെങ്കിൽ ലോഡ് കമ്മ്യൂട്ടേഷൻ. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, റെസണന്റ് കമ്മ്യൂട്ടേഷൻ. റെസണന്റ് പൾസ് അല്ല, റെസണന്റ് കമ്മ്യൂട്ടേഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. സോ ക്ലാസ് എ ഈസ് ഓൾസോ കോൾഡ് ആസ് സെൽഫ് കമ്മ്യൂട്ടേഷൻ ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് ടെക്നിക് among all the thyristor commutation techniques. So in this type of commutation, the current through the SCR is reduced below holding current value by resonating the load. That is, the load current is so designed that even though the supply voltage is positive, an oscillating current tends to flow. And when the current through the SCR reaches zero, the device is turned off. Like നമ്മളൊരു ഡി സി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, സിൻസ് ഹിയർ വി ആർ യൂസിങ് ആൻ ആർ എൽ സി സർക്യൂട്ട്, ഒരു അണ്ടർഡാംഡ് സർക്യൂട്ട്, ഒരു അണ്ടർഡാംഡ് ആർ എൽ സി സർക്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ക്രോസ് ഫ്ലോ ചെയ്യുന്ന കറണ്ട് വിൽ ബി സിനുസോയിഡൽ വൺ. ഒരു സിനുസോയിഡൽ കറണ്ട് ആയിരിക്കും ഇതിനെ ക്രോസ് ഫ്ലോ ചെയ്യുന്നത്. Even if the voltage we are applying is DC, ആണെങ്കിൽ കൂടി the current flowing through is oscillating. Underdamped RLC ആണ്. Okay, oscillations are there. Okay, അപ്പോൾ oscillating ആണ്. And this causes ആ കറണ്ടിനെ SCR-നെ എന്ത് ചെയ്യാൻ പറ്റും, സീറോ ആക്കാൻ പറ്റും. And it can turn off the SCR. So this is done by including, നമ്മൾ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, an inductor, a capacitor, എന്തൊക്കെയാ, ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ആൻഡ് വിച്ച് ഇസ് കണക്റ്റഡ് വിത്ത് ദ ലോഡ്, കീപ്പിംഗ് ദ സർക്യൂട്ട് അണ്ടർഡാംഡ് ആയിട്ടുള്ള സർക്യൂട്ട് ആണ്. ആൻഡ് നോട്ട് ദിസ് ഇസ് അണ്ടർഡാംഡ്. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടേഷൻ ആണ് നമ്മൾ സീരീസ് ഇൻവേർട്ടർ സർക്യൂട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള. സീരീസ് ഇൻവേർട്ടറിൽ ഇതേപോലൊരു സർക്യൂട്ട് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, ആക്ച്വലി ഇതിൽ രണ്ട് ടൈപ്പ് സർക്യൂട്ട്സ് ഉണ്ട്. ഇതിലെ ക്ലാസ് എയിൽ തന്നെ ഇതൊരു ടൈപ്പ്, ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്. അത് നമ്മൾ ഏറ്റവും അവസാനം കാണും. ഓക്കെ, വർക്കിംഗ് ചെയ്ത ഏകദേശം സെയിം പോലെ തന്നെ. When the thyristor is turned on, the current will flow through the inductor and charges the capacitor to its peak or equal to the supply voltage. Okay, now as the capacitor gets fully charged, the inductor polarity gets reversed and the inductor causes opposing the flow of current. Due to this, output current starts to decrease and reach to zero. At this moment, current is below the holding current of the thyristor, so the thyristor turns off. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും
ഓൾറെഡി തൈറിസ്റ്ററിന് അക്രോസ് പോസിറ്റീവ് നെഗറ്റീവ് വോൾട്ടേജ് വന്നിട്ടുണ്ട്. ആൻഡ് തൈറിസ്റ്റർ ഓൺ അല്ല. സോ ഇവിടെ ഇത് ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത്രയും പാർട്ട് ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡക്ടറിന് അക്രോസ് കറണ്ട് ഇല്ല, കപ്പാസിറ്ററും ചാർജ്ഡ് അല്ല, ബിക്കോസ് ഓൾറെഡി ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇനി എന്താ സംഭവിക്കുന്നത്? നമ്മൾ രണ്ടാമത് ആദ്യം ഇനിഷ്യലി ഉള്ള കണ്ടീഷൻ പറയാം. രണ്ടാമത് നമ്മൾ ഓൾറെഡി ഇതിന് അക്രോസ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് വോൾട്ടേജ് വരുന്നുണ്ട്. ഇറ്റ് ഇസ് ബേസിക്കലി ഫോർവേഡ് ബയസ്ഡ് ആയി. ഇനി നമ്മൾ ഗേറ്റ് ട്രിഗർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഗേറ്റ് ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഷോർട്ടായി അല്ലെ, ഇത് ഷോർട്ട് സർക്യൂട്ട് ആയി. ഇതിങ്ങനെ ഷോർട്ടായി ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ അതിന്റെ മാക്സിമത്തിൽ ചാർജ് ചെയ്യും. ദാറ്റ് ഈസ് ഇതിപ്പോ വി ആണെങ്കിൽ ഇതും വി മാക്സിമത്തിൽ ചാർജ് ചെയ്യും. സോ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെയും വി ഉണ്ട്, കപ്പാസിറ്റർ അക്രോസും വി ഉണ്ട്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയി. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കറണ്ട് 0 ആകണം. പക്ഷെ ആവൂല. കാരണം ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടർ സഡൻ ചേഞ്ചസിന് എന്ത് ചെയ്യില്ല, റെസ്പോണ്ട് ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ സർക്യൂട്ടിൽ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. കറണ്ട് മാക്സിമം ആവും. ആ സമയത്ത് നമ്മുടെ കപ്പാസിറ്റർ മാക്സിമത്തിൽ ചാർജ് ആവും. ഓക്കെ, അപ്പം കറണ്ട് 0 ആവണം. ബിക്കോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. കറണ്ട് 0 ആവണം. പക്ഷേ നമ്മുടെ ഇൻഡക്ടർ പെട്ടെന്നുള്ള ഈ ഒരു ചേഞ്ചിന് പെട്ടെന്നൊരു അബ്രപ്റ്റ് ചേഞ്ച് ആയിട്ടില്ലായിരിക്കില്ല റെസ്പോണ്ട് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, ഇങ്ങനെയായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുക. ഇങ്ങനെ അത് റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെയായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുക. ദാറ്റ് ഇസ് അത് ഈ ഒരു ഉണ്ടായ ഒരു സഡൻ ചേഞ്ചിന് ഇറ്റ് വിൽ ഓപ്പോസ്. ലൈക്ക് ഇതിന്റെ പൊളാരിറ്റി റിവേഴ്സ് ആവും. ഓക്കെ, പൊളാരിറ്റി റിവേഴ്സ് ആവും. ആൻഡ് ദിസ് കോസസ് ഈ ഒരു ഡയറക്ഷനിൽ തന്നെ എല്ലാ കറണ്ടും ഫ്ലോ ചെയ്യും. ഇതിൽ ചാർജ് ചെയ്തിരിക്കുന്ന എല്ലാ കറണ്ടും ഫ്ലോ ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് വീണ്ടും ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ബിക്കംസ് 2 times V. ഓക്കെ, വീണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ തൈറിസ്റ്റർ ഓഫ് ആവും. ഇതെല്ലാം നമ്മുടെ ഫാരഡേസ് തിയറമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ഒരു RLC സർക്യൂട്ട് നമ്മുടെ ഒരു DC സോഴ്സിന് അക്രോസ് വരുമ്പോൾ ഉണ്ടാവുന്ന സംഭവമാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും കറണ്ട് ഫ്ലോ ചെയ്ത് ഇറ്റ് റീച്ചസ് 0. ഓക്കെ, ബട്ട് പെട്ടെന്നൊരു ചേഞ്ച് ആയിരിക്കില്ല. ഇറ്റ് ടേക്ക് സം ടൈം. അപ്പൊ ഇങ്ങനൊരു പീക്കിലെത്തും. ആ ഒരു സമയത്ത് കപ്പാസിറ്റർ അക്രോസ് മാക്സിമം വോൾട്ടേജ് ആവും. ആൻഡ് ദിസ് ബിക്കം ഓഫ്. ഓക്കെ, ഒരിക്കൽ കൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കറണ്ടും ഇത് നമ്മുടെ ഞാൻ ഇവിടെ കാണിക്കുന്നത് ദി കറണ്ട് അക്രോസ് ദി ഇൻഡക്ടറും ആൻഡ് ഹിയർ ഐ എം ഷോയിങ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. സോ ഇത് ഓണായി കഴിയുമ്പോഴത്തേക്കും ഇൻഡക്ടറിന് അക്രോസ് കറണ്ട് മാക്സിമം. നമുക്കറിയാം ഇൻഡക്ടർ എന്താ ചാർജ് ചെയ്യുന്നത്? ഇറ്റ് ചാർജസ് മാഗ്നറ്റിക് എനർജിയാണ്, അല്ലെ കറണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്. അതായത് കപ്പാസിറ്റർ വരുമ്പോൾ വോൾട്ടേജ് ആണ്. പക്ഷെ കപ്പാസിറ്ററിന്റെ അക്രോസ് ആ ഒരു ടൈമിൽ മാക്സിമം വോൾട്ടേജ് ഒന്നും അല്ല, ഇതിന് അക്രോസ് അല്ല, സപ്ലൈഡ് അക്രോസ് വോൾട്ടേജ് എത്ര ഇതിന് അക്രോസ് ആവും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കറണ്ട് നോക്കുമ്പോഴത്തേക്കും ദ ചേഞ്ച് ഇൻ കറണ്ട് ലൈക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയി. സോ ദ കറണ്ട് ഷുഡ് ബി 0. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങനെ 0 ആവണം. അപ്പൊ ഇങ്ങനെ ഒരു അബ്രപ്റ്റ് ചേഞ്ചിന് നമ്മുടെ ഇൻഡക്ടർ റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇറ്റ് വിൽ ഒപ്പോസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഇൻഡക്ടർ ആക്ച്വലി ഇങ്ങനെയാണ് ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. നൗ ഇറ്റ് റിവേഴ്സസ് ഇറ്റ് പൊളാരിറ്റി. ബിക്കോസ് ഈ ഒരു ചേഞ്ചിനെ ഇത് ഒപ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് പൊളാരിറ്റി ചേഞ്ചസ്. ആൻഡ് ഇതും എല്ലാ കറണ്ടും ഡിസ്ചാർജ് ചെയ്യും. ആൻഡ് നൗ ദ കപ്പാസിറ്റർ വോൾട്ടേജ് ഡബിൾ ആവും. ഓക്കെ, അങ്ങനെ എല്ലാ കറണ്ടും ഇത് ഡിസ്ചാർജ് ചെയ്യും. കറണ്ട് നൗ ബിക്കം 0. കറണ്ട് അങ്ങനെ 0 ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മുടെ തൈറിസ്റ്റർ വിൽ ടേൺ ഓഫ്. ഈ ഒരു രീതിയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്?
നമ്മുടെ ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് വർക്ക്. ഇത് തന്നെയാണ് നമ്മുടെ സീരിയൽ ഇൻവേർട്ടേഴ്സിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീരീസ് ഇൻവേർട്ടേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ നേരത്തെ രണ്ട് രീതിയിൽ നമ്മുടെ നമ്മുടെ ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ആദ്യത്തെ ഫിഗർ, ഈ രണ്ടാമത്തേതാണ് നമ്മളിപ്പോ കണ്ടത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്. ബട്ട് കപ്പാസിറ്ററിന് പാരലലി ആണ് ലോഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റെസിസ്റ്റർ ലോഡ് അങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് ആദ്യത്തെ സർക്യൂട്ടില് LC സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് ലോഡിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സീരീസ് ഇൻവേർട്ടേഴ്സിൽ ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്താ നമുക്ക് റീസൺ നോക്കാം. R is connected serially with commutating component, that is commutating components ആയിട്ടുള്ള ഇവിടെ commutating components L-ഉം C-യും ആണ്. ഓക്കെ, L-ഉം C-യും ആണ്. അതിന് സീരീസ് ആയിട്ടാണ് ലോഡിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ജനറലി when values R, L and C are low, then in that case elements are arranged serially along the LC. അപ്പൊ നമ്മുടെ ഇപ്പോ ആറിന്റെയും എല്ലിന്റെയും റെസിസ്റ്ററിന്റെയും ഇൻഡക്ടൻസിന്റെയും കപ്പാസിറ്റൻസിന്റെയും വാല്യൂ കുറവാണ് എങ്കിൽ നമ്മുടെ ലോഡിന് സീരീസ് ആയിട്ടായിരിക്കും എല്ലിനെയും സിനെയും അറേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഓൺ ദ കോൺട്രറി, when the load resistor possesses high value, ഇപ്പൊ നമ്മുടെ ലോഡ് റെസിസ്റ്ററിന്റെ വാല്യൂ ഹൈ ആണ്, റെസിസ്റ്ററിന്റെ വാല്യൂ ലോ ആണെങ്കിൽ LCക്ക് സീരീസ് ആയിട്ട് ഇടുമെന്ന് പറഞ്ഞു. ലോഡ് റെസിസ്റ്ററിന്റെ വാല്യൂ ഹൈ ആണെങ്കിൽ then it is connected in parallel across the capacitor. കപ്പാസിറ്ററിന്റെ അക്രോസ് പാരലലി നമ്മൾ റെസിസ്റ്ററിന് കൊടുക്കും. But this parallel combination in series with the inductor, and ഈ ഒരു പാരലൽ കോമ്പിനേഷൻ ഇൻഡക്ടൻസിന് സീരീസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ അതേ സംഭവം. ഓക്കെ, ഓഫ് ആവുന്നത് വർക്കിംഗ് സിമിലർ ആണ്, പക്ഷെ ആ പ്ലേസ്മെന്റിൽ വ്യത്യാസം വരുന്നത് വാല്യൂസ് വെച്ചിട്ടാണ്. ആറിന്റെ വാല്യൂ ലോ ആവുന്നതും ഹൈ ആവുന്നതും വെച്ചിട്ടാണ് ഈ ഒരു രീതിയിലുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുന്നത്. ഈ രണ്ട് രീതിയിലും എന്ത് പറയാറുണ്ട്, ക്ലാസ് എ സർക്യൂട്ട്സിനെ കാണിക്കാറുണ്ട്. ക്ലാസ് ഇത്രയാണുള്ളത്. വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് സെൽഫ് കമ്പ്യൂട്ടേഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ലോഡ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നു? ബിക്കോസ് ദ ലോഡ് ഇറ്റ് സെൽഫ് ടിപ്പിക്കലി എ സീരീസ് റെസൊണന്റ് LC സർക്യൂട്ട് ആ നമ്മുടെ provides the means to turn off the thyristor without any external source. ലോഡ് തന്നെയാണ് ഇതിനെ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള കമ്മ്യൂട്ടേഷൻ ഇറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് സെൽഫ് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ലോഡ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് റെസൊണന്റ് പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയാറുണ്ട്. റെസൊണന്റ് പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയാറുണ്ട്. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ is called as resonant pulse commutation. There is only a small change between class B and class A. Class B LC circuit is connected in parallel, while in class A it is in series with the switching element. Like class A and class B തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസമുള്ളൂ. എന്താണ്? ക്ലാസ് എയിൽ നമ്മൾ നേരത്തെ കണ്ടപ്പോഴത്തേക്കും SCR നേരത്തെ നമ്മൾ കണ്ട് SCRന് സീരീസ് ആയിട്ടാണ് LC സർക്യൂട്ട് കൊടുത്തിരുന്നത്. ഇത് ക്ലാസ് എക്ക്. ബട്ട് ക്ലാസ് ബിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു LC സർക്യൂട്ട് SCRന് പാരലൽ ആണ്. ഓക്കെ, പാരലൽ ടു SCRന് പാരലൽ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടേഷൻ ഇൻ വിച്ച് an LC series circuit is connected across the SCR. Since the commutation circuit has negligible resistance, it is always underdamped. ഇവിടെയും അത് underdamped ആണ്, കാരണം ഓസിലേഷൻസ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ എക്സ്റ്റേണലി സർക്യൂട്ട് വെച്ചിട്ട് ഓസിലേഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി നമ്മളൊരു RLC സർക്യൂട്ട് അല്ലെങ്കിൽ LC സർക്യൂട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് അണ്ടർഡാംഡ് ആയിരിക്കണം. ഓവർഡാംഡ് ആകുമ്പോഴത്തേക്കും ഇറ്റ് ഡസന്റ് പ്രൊഡ്യൂസ് എനി ഓസിലേഷൻസ്. അണ്ടർഡാംഡ് ആണ് നമുക്ക് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അണ്ടർഡാംഡ് സിസ്റ്റം നമ്മൾ എടുക്കുന്നത്. ആൻഡ് ദ കറന്റ് in the LC circuit tends to oscillate whenever the SCR is on. Okay, ഇതാണ് ക്ലാസ് ബി. ഇനി അതിന്റെ വർക്കിംഗ് എങ്ങനെ നോക്കാം. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി അതിന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. When the SCR is turned on by giving a gate pulse, a current IL flows through the load, and this is assumed to be a constant. At the same time, SCR short circuits the LC. Combination will start oscillating,
current I flows to start flowing in the direction shown in the figure. As I reaches its maximum value, capacitance voltage reduces to zero and the polarity of the inductance becomes negative. This turn of the direction. എങ്ങനെയാ നോക്കാം. ആദ്യത്തെ കേസ് നോക്കുമ്പോഴത്തേക്കും ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും തെറിസ്റ്ററിനെ പ്ലസ് മൈനസ് വന്നിട്ടുണ്ട്, പക്ഷെ ഗേറ്റ് കൊടുത്തിട്ടില്ലേ, അപ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുവേ. ഓൾറെഡി തെറിസ്റ്റർ ഫോർവേഡ് ബൈസ്ഡ് ആണ്, പക്ഷെ ഗേറ്റ് കൊടുക്കാത്ത സ്ഥിതിക്ക് ഗേറ്റ് നോട്ട് ഗിവൺ. ഗേറ്റ് കൊടുക്കാത്ത സ്ഥിതിക്ക് ഇതെന്താണ് ഓഫ് ആയിട്ടിരിക്കുക, ടി ഓഫ് ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷെ നേരത്തെ കേസിലാണെങ്കിൽ ഓപ്പൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും എന്തായിട്ട് ആവത്തില്ല, ചാർജ് ആവത്തില്ല, ബിക്കോസ് സീരീസ് കണക്ഷൻ ആണ്. ഇത് പാരലൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇൻഡക്ടറും കപ്പാസിറ്ററും ഫുള്ളി എന്തായിരിക്കും, ചാർജ്ഡ് ആയിരിക്കും. മാക്സിമം കറണ്ട് ഇതിനെക്രോസും വരും, ഇതിനെക്രോസ് മാക്സിമം വോൾട്ടേജും വന്നിട്ടുണ്ടാവും. ഓക്കെ, മാക്സിമം വോൾട്ടേജും വന്നിട്ടുണ്ടാവും. ഈ ഒരു കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഗേറ്റ് കൊടുക്കും, ഗേറ്റിന് ട്രിഗർ കൊടുക്കും. അപ്പോൾ നമ്മൾ ഗേറ്റ് ട്രിഗർ കൊടുക്കുവാണ്. ഗേറ്റ് ട്രിഗറിങ്. ഓക്കെ, ഗേറ്റ് ട്രിഗറിങ് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഷോർട്ടായി. ഓക്കെ, ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് എന്ന രീതിയിൽ വോൾട്ടേജ് വി മാക്സിമം ചാർജ് ചെയ്തിരിക്കുക. അപ്പൊ അത് ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്നും കറണ്ട് ഉണ്ടാവും. ഈ രണ്ട് സ്ഥലത്തു നിന്നുള്ള കറണ്ട് കൂടെ ലോഡിൽ കൂടെ പോകുന്നുണ്ടാവും. ഓക്കെ, രണ്ടും വരുന്നുണ്ടാവും. ദെൻ ഇത് ഇങ്ങനെ വന്ന് ഇത് ഈ ഐ മാക്സിമത്തിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐയുടെ ഈ ഒരു കറണ്ട് മാക്സിമത്തിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഡക്ടറിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ദിസ് റിവേഴ്സ് ബയസസ് നമ്മുടെ ട്രാൻസിസ്റ്ററിനകത്ത് റിവേഴ്സ് ബയസ്. ആ ഒരു മെക്കാനിസം ഓർത്തിരുന്നാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും നമ്മളൊരു ഡി സി സർക്യൂട്ടിന്, ഒരു ഡി സി സോഴ്സിന് ക്രോസ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ആദ്യം കപ്പാസിറ്റർ മാക്സിമം വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത്, അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു ടെക്നിക്ക് തന്നെ എല്ലാത്തിലും നടക്കുന്നത്. നമ്മുടെ ഒരു ഫാരഡേസ് ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡക്ടർ ഉണ്ടാവും, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. ഇതിനെക്രോസ് നമ്മളൊരു സപ്ലൈ കൊടുത്തു എന്ന് വിചാരിക്കാം. സപ്ലൈ കൊടുത്തു വി. ഓക്കെ, ഇത് ഗ്രാഫിക്കലിയും കൂടെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ കറണ്ട് എന്റെ മാക്സിമം എത്തി. ഇവിടെ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള കറണ്ട് ഇങ്ങനെ പോവും. ഓക്കെ, ഇൻഡക്ടറിന് അക്രോസ് കറണ്ടും ഇതിനെക്രോസ് വോൾട്ടേജ് മാക്സിമം എത്തും, മാക്സിമം വി ആവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. ഓക്കെ, സോ ദ കറണ്ട് ഷുഡ് ബിക്കം സീറോ. എന്നുവെച്ചാൽ ഇതിപ്പോ ഇൻഡക്ടറിന്റെ ഞാൻ കാണിച്ചത് ഇൻഡക്ടറിന്റെ കറണ്ട് സീറോ ആവണം. പക്ഷെ ഈ ഒരു സഡൻ ചേഞ്ചിന് നമ്മുടെ അവരെ ഈ ഒരു ഇൻഡക്ടർ ദാറ്റ് ഈസ് അക്രോസ് ഉള്ള കറണ്ട് സീറോ ആവണം. സഡൻ ചേഞ്ചിന് ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യും. ഇൻഡക്ടറിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ വെച്ചാൽ അതേ ഡയറക്ഷനിൽ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ കറണ്ടും പോവും. അങ്ങനെ വരുമ്പോഴത്തേക്കും കപ്പാസിറ്ററിന്റെ അക്രോസ് 2V എന്ന രീതിയിൽ വോൾട്ടേജ് സ്റ്റോർ ആവും. ഓക്കെ, ഇതെന്റെ കറണ്ട്. എന്നിട്ട് കറണ്ട് പതുക്കെ ഗ്രാജുവലി ഇറ്റ് റെഡ്യൂസസ് ടു സീറോ. ഓക്കെ, എങ്ങനെയാ വരുന്നത്? ഇതന്നെ ഇവിടെയും സംഭവിക്കും. ഓക്കെ, ഇത് തന്നെ ഇവിടെയും സംഭവിക്കും. ഇതിവിടെ ഡിസ്ചാർജിങ് എഫക്ട് വരും. എല്ലാ കറണ്ടും സീറോ ആകും. ഇതിനോട് ക്രോസ് ഫോളോ ചെയ്യുന്ന എല്ലാ കറണ്ടും സീറോ ആവും. പൊളാരിറ്റി ഇൻഡക്ടൻസിന്റെ പൊളാരിറ്റി റിവേഴ്സ് ആവും. ആൻഡ് അത് ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ടേൺ ദിസ് SCR ഓഫ്. അത് നമ്മുടെ SCRനെ ഓഫ് ആക്കും. ഈ ഒരു രീതിയിലാണ് ഏത് വരുന്നത്, ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് വരുന്നത്. ക്ലാസ് ബി കമ്മ്യൂട്ടേഷനിൽ എന്താ സംഭവിക്കുന്നത്, SCRന് പാരലൽ ആയിട്ടായിരിക്കും LC സർക്യൂട്ട് കൊടുത്തിട്ടുണ്ടാവുക. ക്ലാസ് എയില് SCRന് സീരീസ് ആയിട്ടായിരിക്കും. അതിൽ തന്നെ ക്ലാസ് എയില് റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറവാണെങ്കിൽ അത് എല്ലിനും സിക്കും സീരീസ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അത് കൂടുതലാണെങ്കിൽ ഹൈ ലോഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ലോഡ് വാല്യൂ ഹൈ ആണെങ്കിൽ അത് കപ്പാസിറ്ററിന് പാരലലി ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു സർക്യൂട്ട് ഇൻഡക്ടറിന് സീരീസ് ആയിട്ട് ഇട്ടിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാകുന്നത്. ക്ലാസ് എ ആൻഡ് ദിസ് ഇസ് ക്ലാസ് ബി. അടുത്ത് വരുന്നതാണ് ക്ലാസ് സി. അതിനു മുമ്പ് വൈ ക്ലാസ് ബി ഈസ് കോൾഡ് റെസൊണന്റ് പൾസ് കമ്മ്യൂട്ടേഷൻ. എന്തുകൊണ്ടാണ് അതിനെ റെസൊണന്റ് പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് യൂട്ടിലൈസസ് എ റെസൊണന്റ് LC.
ഇവിടെ നമ്മളൊരു റെസണന്റ് എൽ സി സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. എൽ സി സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ഫോർ റെസണന്റ് പൾസ് കമ്മ്യൂട്ടേഷൻ. ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി? എന്താണ്? ഒന്നില് എന്താ തൈറിസ്റ്ററിന് സീരീസ് ആയിട്ടാണ് ക്ലാസ് എയില് നമ്മുടെ കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് വരുന്നത്. ക്ലാസ് ബിയിൽ വരുമ്പോൾ പാരലൽ ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഇസ് ദി ഡിഫറൻസ്.